അസ്സലാമലൈക്കും. ഞാനിന്നുള്ളത് ദാറുൽ മുസ്തഫ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലാണ്. ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയൊക്കെ കേൾക്കുന്നവരാണ്. ഒരുപാട് ഇസ്ലാമിക മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകർന്ന സാദിഖലി ഫാദിലി ഉസ്താദിൻ്റെ നേതൃത്വത്തിലാണ് ഈ ദാറുൽ മുസ്തഫ സ്ഥാപനം. സ്നേഹതീരം തളിക്കുളം, തൃശ്ശൂർ, കേരളം. ഇവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എല്ലാവരും ഹാഫിളാകാൻ പഠിക്കുന്നവരാണ്. അതേപോലെ പഠിച്ചു കഴിഞ്ഞ് അവർ ദർസ് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് ക്ലിയർ ഡീറ്റെയിലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഉസ്താദിൽ നിന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. അതായത് ഈ സ്ഥാപനം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അവിടുത്തെ പള്ളിയാണ് ഈ വരുന്നത്. പിന്നെ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് ഒരു ഉസ്താദിനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. നിങ്ങളത് കൃത്യമായി കേട്ടു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഈ സ്ഥാപനം ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ആരൊക്കെയാണ്? ഇവിടെ മെയിനായിട്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ഹാഫിൾ സാദിഖലി അൽ ഫാദിലി ഗുഡല്ലൂർ ഉസ്താദാണ്. ഫാദിലി ഉസ്താദ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ഫാദിലി ഉസ്താദാണ്. പിന്നെ ഇവിടെ രണ്ട് വിഭാഗങ്ങളായിട്ട്, ഒന്ന് ഹിഫുദും ഒന്ന് ദഅവയാണുള്ളത്. ആ ഹിഫുദിൽ ഡയറക്ടറായിട്ട് നിൽക്കുന്നത് ഹാഫിൾ അബ്ദുൽ മലിക് തഖാഫി ചിയ്യൂർ എന്ന് പറഞ്ഞ ഉസ്താദാണ്. മറ്റൊന്ന് പറയുന്നത് ദഅവയിൽ ഡയറക്ടറായിട്ട് നിൽക്കുന്നത് ജമാൽ മിസ്ബാഹി അൽ കാമിൽ തഖാഫി നിലമ്പൂരാണ്. എന്നിങ്ങനെയാണ് ഇവിടെ ഹിഫും ദഅവയും വേർതിരിച്ചിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഇതിന് മെയിൻ ഇവിടെ എത്ര കുട്ടികളുണ്ട്? ഇവിടെ ഇപ്പോൾ ടോട്ടലി എന്ന് പറയുമ്പോൾ 73 കുട്ടികളിൽ മേലെ ഉണ്ട്. എന്തായാലും ഇവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. 53 പേര് ഹിഫ്ലിലും വെറും 17 പേര് ദഅവയിലാണ് പഠിക്കുന്നത്. ഈ ദഅവ പഠിച്ചവര് ഹാഫിലിങ്ങളാണ്? ദഅവയിൽ ഹാഫിലിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ദഅവയാണ് ഇവിടെ ഉള്ളത്. ആണോ? എല്ലാവരും ഹാഫിലിങ്ങളാണ്. മാഷാ അല്ലാഹ്. അപ്പോൾ ഈ ദഅവ അതായത് ഹാഫിലിങ്ങളെ ആയിക്കൊണ്ട് അതിനുശേഷം ഇവിടെ തന്നെ ഹിഫ്ല് പഠിച്ചിട്ട് അതിനുശേഷം ഇവിടെ തന്നെ ദഅവ പോകുന്ന സിസ്റ്റമാണ് 7 വർഷം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടുന്ന് കോളേജിലേക്ക് ബിരുദെടുക്കാൻ. ഇവിടെ ബിരുദെടുക്കാൻ പോയവരുണ്ടോ? ഇവിടുന്ന് 7 വിദ്യാർത്ഥികൾ ഇവിടുന്ന് മുമ്പ് ഈ കഴിഞ്ഞ കൊല്ലം ഇവിടുന്ന് മർക്കസിലേക്കും മസാജിക്കിലേക്കും എന്നിങ്ങനെ 2-3 സ്ഥാപനങ്ങൾ, കോട്ടൂർ ഉസ്താദിന്റെ സ്ഥാപനം, കോട്ടൂർ ഉസ്താദിന്റെ സ്ഥാപനത്തേക്കും പിന്നെ താഴ്പ്രസ്ഥാന സ്ഥാപനത്തേക്കും ഇബിസ്ഥാന്റെ മർക്കസിലേക്കും ഒക്കെ ഇവിടുന്ന് വിദ്യാർത്ഥികൾ സെലക്ട് ആയിട്ട് അവിടെ ഇപ്പോൾ തുടർ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഹിഫ്ള് പഠനത്തോടു കൂടെ നിങ്ങൾ വേറെ എന്തെങ്കിലും കോഴ്സുകൾ കൊടുക്കുന്നുണ്ടോ? ലാംഗ്വേജിന്റെ പരമായിട്ടോ? നമ്മൾ ദഅവയിലാണ് കൊടുക്കുന്നത്. ദഅവ പഠിക്കുന്നതോടൊപ്പം അറബിക് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് അത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഹാഫിലിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം ഫിഖ് പഠനം, തജ്വീദ് പഠനം എന്നിങ്ങനെ രണ്ട് വേണ്ട നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇഫ്ലിൽ കൊടുക്കുന്നത്. തജ്വീദും ഫിഖ്ഹും നിസ്കാരത്തിൻ്റെയും പിന്നെ ഖുർആനിൻ്റെ ഓത്തിലൂടെയാണല്ലോ അവർ കടന്നു പോകുന്നത്. അതുകൊണ്ട് തജ്വീദിൻ്റെ ഒരു പ്രാമുഖ്യം കൂടി നമുക്ക് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ പരിപാടി നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമാണോ? തിരുവസന്തത്തിന്റെ ഭാഗമല്ല, അത് നമ്മളെല്ലാ വർഷവും നടത്തി വരുന്നതാണ്. അത് ഒരു ഡിസംബർ ജനുവരി ആ സമയത്താണ് നമ്മൾ നടത്തല്. പക്ഷേ ഈ സമയത്ത് ആ ഒരു സമയം മാറ്റിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തിരുവസന്തം നടക്കുകയാണല്ലോ, അതിലേക്ക് നമ്മൾ ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കിയതാണ്. അപ്പോഴാണ് ഇപ്പോൾ ഇവിടെ അൽഖറ എന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഞാൻ ഈ ഉസ്താദിൻ്റെ അടുത്ത് നോക്കിയ സമയത്ത് ഒരുപാട് പരിപാടികളുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ പരിപാടിയാണല്ലേ? നാളെയും പരിപാടിയുണ്ട്. അപ്പോൾ ഇത് എത്ര പാർട്ടുണ്ട്, എത്ര വിഷയങ്ങളുണ്ട് ഇതിൽ? പ്രസംഗം, പാട്ട്, അങ്ങനെ കുറച്ച് സ്റ്റേജ് നമ്മൾ മുമ്പ് ഒരു 10 ദിവസങ്ങളിലായിട്ട് മുമ്പ് നമ്മൾ നടത്തിയിട്ടുണ്ട്. 10 ദിവസങ്ങളിലായിട്ട് ഓഫ് സ്റ്റേജ് മാത്രം 10 ദിവസങ്ങളുടെ മേലെ നമ്മൾ അവിടെ നിന്ന് എന്തൊക്കെയാണ് പരിപാടി? കഥാരചന, പ്രബന്ധരചന, പോസ്റ്റൽ ദഅവ, ഫീച്ചർ റൈറ്റിംഗ്, സോഷ്യൽ ട്വീറ്റ്, അങ്ങനെ നമുക്ക് സമൂഹത്തിന് ആവശ്യപ്പെടുന്ന, സമൂഹത്തിലേക്ക് ഉപകരിക്കുന്ന ഒരു വിദ്യാർത്ഥികൾ ദാറുൽ മുസ്തഫയിൽ നിന്നുണ്ടാകണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അങ്ങനെ അത്തരം പരിപാടികൾ മാത്രം വെച്ചിട്ടുള്ളത്. ന്യൂസ് റൈറ്റിംഗ്, സ്ലോഗൻ മേക്കിംഗ്, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന, ഫലസ്തീനിൽ നടക്കുന്ന അല്ലെങ്കിൽ മറ്റു ഇപ്പോൾ നേപ്പാളിൽ നടക്കുന്ന ജെൻസി അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടാണ്. അതൊക്കെ സമൂഹത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടാണ് ഇവിടെ വിഷയം ഇട്ടിട്ടുള്ളത്. ജെൻസിയെക്കുറിച്ച് വിഷയം ഉണ്ടായിരുന്നു, ഫലസ്തീനെ കുറിച്ച് വിഷയമുണ്ട്, ഇറാൻ ഇസ്രായേൽ അങ്ങനെ വിഷയമുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങളിലൂടെയാണ് നമ്മൾ ഈ അൽഖറ എന്നുള്ള പാർട്ട് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ അതായത് ഓഫ് സ്റ്റേജ് അല്ലാതെ ഓൺ സ്റ്റേജ് പരിപാടികൾ എന്തൊക്കെയാണ്?
ഓൺ സ്റ്റേജ് പരിപാടികൾ, സീനിയർ വാഴ്, ഖുർആൻ പ്രഭാഷണം എന്നിങ്ങനെ ഖുർആനിലൂടെയും സ്പോർട്സ് സ്പീച്ച്, നിമിഷ പ്രസംഗം അങ്ങനെയും. പിന്നെ ഇപ്രാവശ്യം പുതിയൊരു പരിപാടി കൊണ്ടുവന്നത് മുഹാദത്ത് അറബിയ എന്ന് പറഞ്ഞു. നമ്മൾ അറബി ഫ്ലുവൻ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു പുതിയൊരു പദ്ധതിയാണ്. നമ്മൾ ഇവിടെ അറബി ലാംഗ്വേജ് ദഅവ കോളേജിൽ പഠിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് അങ്ങനെ ഇതൊക്കെ ഉണ്ടോ? സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, ലാംഗ്വേജ് അറബിക്ക് പഠിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ പഠിക്കുന്നുണ്ട്. ഇവിടെ ലൈബ്രറിയിൽ എല്ലാ വിഭാഗം പുസ്തകങ്ങളും ഉണ്ടോ? ലൈബ്രറിയിൽ നമ്മൾ ഇവിടെ കഥ ഉണ്ട്, നോവലുണ്ട്, ഫിക്ഷൻ ഉണ്ട്, അങ്ങനെ ആയിട്ട് ഓരോന്ന് തരംതിരിച്ചാണ് ഇവിടെ ലൈബ്രറിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന എനിക്ക് ഈ ഓഫ് സ്റ്റേജ് പരിപാടി ഇപ്പോൾ മൊത്തത്തിൽ ടോട്ടൽ എത്ര വിഭാഗങ്ങളുണ്ട് പരിപാടികൾ? മൊത്തത്തിൽ ടോട്ടൽ എത്ര വിഭാഗങ്ങളുണ്ട് പരിപാടി? എത്ര ഇനങ്ങൾ? ടോട്ടല് ഒരു 100-ൽ മേലെ പരിപാടികളുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് കണ്ടക്ട് ചെയ്യുന്ന ഇതിൻ്റെ മെയിനായിട്ടുള്ള ടീമാരാണ് ഇവിടെ ഈ പദ്ധതി, ഈ അൽഖറ എന്നുള്ള പരിപാടി നടത്തുന്നത് ഞങ്ങളൊരു സീനിയർ ടീമുണ്ട്. അവരാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ 6 പേരാണ്. അവരാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് ഇതിൻ്റെ ഫുള്ള് ചെലവ്. ഇപ്പം ഏകദേശം എത്ര ചെലവുണ്ടാവും? ഇപ്പോൾ നമുക്കിവിടെ ഒരു 2 ലക്ഷത്തിന് മേലെ, 1.5 ലക്ഷത്തിന് മേലെ ചെലവുണ്ട് എന്തായാലും ഇവിടെ. ന്യൂസിനോട് ചോദിച്ചു, എന്തായാലും 2 ലക്ഷത്തിൻ്റെ മേലെ. കാരണം ഇത്രക്കായിരം ആളുകൾക്ക് സമ്മാനം കൊടുക്കണ്ടേ? നമ്മ കറക്റ്റായിട്ട് അവരോട് ചോദിച്ചില്ല. 1.25 മേലുണ്ട്. നമ്മ ഇവിടെ ഒരു ക്യാമ്പ് നടത്തിയിരുന്നു ദിവസത്തിന് മുമ്പ്. ഇന്നലെ നടത്തിയിരുന്നു. ഇന്നലെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ആ ക്യാമ്പ് സെക്ഷൻ ഫുൾ ചർച്ചകളും പ്രസംഗങ്ങളും, നമ്മളെ ഭാവിയെ എങ്ങനെ പുതുക്കി പണിയണം, നാം എന്ത് ചിന്തിക്കണം, എങ്ങനെയാണ് ഇനി ഭാവിയിലേക്ക് നാം ചിന്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ക്ലാസ് ആയിരുന്നു. പുതിയ ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് ഒരു അവബോധം നൽകുന്ന ചർച്ചകളും വിഷയങ്ങളൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. പിന്നെ ഇതിലെ മെയിൻ ഉസ്താദുമാരൊക്കെയാണ്? എല്ലാ ഉസ്താദുമാരുടെ പേരും ഒന്ന് പറയാമോ? ഇതിൽ ഹിഫ്ദിൽ ഇപ്പോൾ അബ്ദുൽ മലിക് സഖാഫി ഉസ്താദുണ്ട്, ഹാഫിൽ റിയാസ് ഫാദിൽ ഉസ്താദുണ്ട്, ഹാഫിൽ സഅദ് ബാഖവി നിരണം ഉസ്താദുണ്ട്. പിന്നെ ഇവിടെ ഹാഫിൽ സാലിഹ് ഉസ്താദുണ്ട്, ഹാഫിൽ നൗഫൽ സഖാഫി ഉസ്താദുണ്ട്. ഇങ്ങനെയാണ് ഹിഫ്ദിലത്തെ ഉസ്താദുമാർ വരുന്നത്. ദഅവയിൽ ഹാഫിൽ ജമാൽ മിസ്ബാഹി അൽ കാമിൽ സഖാഫി എന്ന് പറഞ്ഞ ഉസ്താദുണ്ട്. പിന്നെ ഉമറുൽ മുഖ്താർ ബുഖാരി എന്ന് പറഞ്ഞ ഒരു ഉസ്താദുണ്ട്. ദഅവയിൽ 2 ഉസ്താദുമാരും ഹിഫ്ദിൽ 5 ഉസ്താദുമാരുമാണ്. ടോട്ടൽ 7 ഉസ്താദുമാരാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഭൗതികത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് പുറത്ത് നിന്ന് മാഷ്മാരെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ മലപ്പുറത്തുള്ള ഒരു സാറാണ് ഇപ്പോൾ ആഴ്ചയിൽ വന്നു പോകുന്നത്. പിന്നെ 10ാം ക്ലാസ് വരെ ഇന്ന് സ്കൂളിൽ പോകും. പിന്നെ ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠനങ്ങൾ, ട്യൂഷനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ട് എക്സാം പുറത്ത് സ്കൂളിൽ എഴുതുന്ന സിസ്റ്റമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങളെ യൂട്യൂബ് ചാനൽ നോക്കിയ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ നിരന്തരം പരിപാടി ഉണ്ടല്ലേ? ഇവിടെ മാസത്തിലൊരു എല്ലാ മാസവും എ പി ഉസ്താദ് എന്നൊരു ഇതുണ്ട്, ഇജാസത്തുണ്ട്. അപ്പോൾ അത് ഇവിടെ മാസം നിലനിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 1500-ാം തിരുവസന്തത്തിൻ്റെ മീലാദുൽ മുസ്തഫ എന്നുള്ള പരിപാടി അവിടെ 1500 ബുർദ ഖത്തുമ ചെയ്തിട്ടുള്ള ഒരു 500 ബുർദ ഖത്തുമ ചെയ്തിട്ടുള്ള ഒരു മജ്ലിസ് നടക്കുകയാണ് ഈ വരുന്ന മറ്റന്നാൾ. അപ്പോൾ ഈ 1500 ആള് പങ്കെടുക്കല? അല്ലല്ല, 1500 ബുർദ ഓരോരുത്തരും ഇങ്ങനെ ചെല്ലാന്ന് ഏറ്റെടുത്ത് അങ്ങനെ മൊത്തത്തിൽ 1500 ബുർദ. 1500 ആണല്ലോ തിരുവസന്തം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1500 ബുർദ ഖത്തുമ ചെയ്തിട്ട് നല്ല ആദ്യമായിട്ട് കേട്ട പരിപാടി. നമ്മള് ഇവിടെ ഒരു സ്ഥലത്ത് പോയ സമയത്ത് ആഴ്ചയിൽ 350 ഖത്തുമ ഖുർആൻ ഓതുന്ന ഒരു കോളേജ് കണ്ട്. അതേപോലെ ഇത് 1500 ബുർദ. നമുക്ക് പരിപാടി അതൊന്ന് കണ്ടു നോക്കാം അല്ലേ? പിന്നെ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് പള്ളി കാണാൻ തന്നെ നല്ല രസമുണ്ട്. നമ്മളെ ഇത് ഏതിൻ്റെ മാതൃകയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മളെ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ, അതിൻ്റെ ഒരു മോഡ് തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെ ഇതായിട്ടാണ് ഉള്ളത്. പക്ഷെ അത്ര കറക്റ്റാണെന്നൊന്നും പറയാൻ കഴിയില്ല. അല്ല, അതേപോലെ തോന്നുന്നു. നമ്മൾ ഫലസ്തീൻ്റെ വിഷയം സംസാരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നണമെന്നല്ല. ഇത് ക്യാൻറ്റീനാണോ? ഇത് ഉസ്താദുമാർ താമസിക്കുന്നതാണ്. ഉസ്താദുമാരെ ക്ലാസ് ഇവിടെയാണ് ക്ലാസ്സുകളൊക്കെ നടക്കുന്നത്. ഇത് പള്ളി. നിങ്ങളെല്ലാം താമസം എവിടെയാ? പള്ളിന്റെ മേലെ. ഇത് എത്ര നില ഉണ്ട്? ഇത് 2 നില.
ഫുള്ള് മണലാണ്. ഇതാണ് പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജ്. അപ്പോൾ പറഞ്ഞു തന്നതിന് നന്ദി. ഓക്കെ, എന്നെ സ്വീകരിക്കട്ടെ. കാണുന്നവര് ഈ സ്ഥാപനത്തെ കുറിച്ച് മറന്നു പോയത്. ഓക്കെ, എന്നാ ശരി. അസ്സലാമു അലൈക്കും.